കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ ഞാൻ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു വാഹനം തന്നെയാണ്. ജീപ്പ് കോമ്പസ് ആണ്. കോമ്പസിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എഡീഷനിൽ വന്നൊക്കെ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നൊക്കെ വാഹനമാണ്. 2018 മോഡലാണ്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഒരു ഫുള്ള് ക്വാളിറ്റിയും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ എനിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ബ്ലാക്ക് ഒക്കെ ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു ഡാർക്ക് ഗ്രീനാണോ ബ്ലൂ ചേർന്ന ഗ്രീനാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇനി നമുക്ക് RC ബുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളോ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയിൽ കൂടെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഒരു ജീപ്പ് കോമ്പസ് ആണ്. നല്ല കാലകം വണ്ടി, നല്ല നീറ്റായിട്ട് കിടന്ന വാഹനമാണ്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വാഹനമാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ബ്ലാക്ക് വണ്ടിയാണെന്നുണ്ട്, പക്ഷേ ബ്ലാക്കൊന്നും അല്ല സാധനം അത് വേറെ ഏതോ കളറാണ്. എനിക്കിത് ഭയങ്കര ഡാർക്ക് ഗ്രീനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. നമുക്ക് പറ്റുമെന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. എൻ്റെ RC എന്താണ് സംഭവം നോക്കാം. വണ്ടി നല്ല നീറ്റടിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. പൊടിക്ക് ഡെൻറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയിരിക്കും. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു സൈഡും ഫ്രണ്ടും ബാക്കൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, അത് വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് സൈഡ് പോർഷനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു വീൽ ആർച്ചിലേക്ക് പോകാം. ഈ വീൽ ആർച്ച് ആയാലും ഓക്കെയാണ്, പക്ഷേ ഇത് ഇവിടെ പൊട്ടിക്കൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കി നോക്കുകയാണെങ്കിൽ ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച്, വേറെ യാതൊരു പ്രശ്നവും നമുക്കിവിടെ ഇല്ല, കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാതെ നീറ്റായിട്ടിരിക്കുന്നു. നമുക്കിനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പ് വൃത്തി തന്നെ ഇരിക്കുന്നു. ഗ്രില്ല് നോക്കാം. ഗ്രില്ലായാലും നീറ്റായിട്ട് ഗ്രില്ല് കാണാൻ പറ്റും. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വീലാസിലേക്ക് വരാം. ഈ വീലാസിൽ പൊട്ടിക്കൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും നമുക്കിവിടെ വീലാസ് കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സിലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. സൈഡ് പോർഷൻ നോക്കാം. രണ്ട് ഡോറായാലും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. അവിടെ ഒന്നും കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ സൈഡ് പോർഷൻ നോക്കാം. ഇവിടെയും ഓക്കെയാണ്. ബാക്കിലുള്ള ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ റൂഫായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ലാമ്പും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ബമ്പേഴ്സിലേക്ക് പോകാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ആണോ, ഇവിടെ ലാമ്പ് നോക്കാം. ഇനി നമുക്കിവിടെ വീലാസിലേക്ക് വരാം. ഈ വീലാസ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന വീലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നല്ല നീറ്റ് അടിക്കുന്ന രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കാണാൻ പറ്റും. 4 പവർ വിൻഡോസും കാര്യങ്ങളും കാണാം. അതേപോലെ ഓവർ കൺട്രോളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തി തന്നെ നീറ്റായിരിക്കും ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വളരെ ലിമിറ്റഡാണ് ഫീച്ചേഴ്സ്. നമ്മൾ നോക്കേണ്ടത് കാര്യമായിട്ടുള്ളൊരു ബഹളവും കാര്യങ്ങളൊന്നും കൂടില്ല. ആകെ 3 റൗണ്ട് കൺട്രോൾ സ്വിച്ചസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് പാർക്കിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മാനുവൽ ഗിയർ നോക്കുന്നുണ്ട്. ഇവിടെ കൺട്രോൾസും കാര്യങ്ങളും നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഭയങ്കര വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ട് വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സംഭവം. ഒരു ചെറിയ പാർക്ക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയിരുന്നു നല്ല വൃത്തി തന്നെ. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഏകദേശം 51,000 കിലോമീറ്റർ വാഹനം ഓടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടെയും നമുക്ക് വളരെ നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ഫുൾ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്കൊരു ആംറസ്റ്റും കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ലെഗ് റൂമൊക്കെ ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കിയേക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പയ്യെ നമുക്കൊന്ന് ഡോറും ക്ലോസ് ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷൻ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിൻ റൂമിൽ കാര്യമായിട്ട് നമുക്കിവിടെ കാണണമെന്നില്ല, ഫുള്ളി സീൽഡാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് നമുക്കിവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം.
ഇവിടെ ബാറ്ററിയൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ബാറ്ററി, ആ ഒരു കേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാറ്ററിയും പവർഫുൾ ബാറ്ററി തന്നെയാണ്. നമുക്ക് എഡ്ജസ്റ്റിലേക്ക് പോകാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലിഡിലേക്ക് നോക്കാം. ലിഡായാലും വളരെ നീറ്റായിട്ട് തന്നെ ക്വാളിറ്റി തന്നിരിക്കുന്ന ലിഡും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കീ വന്നേക്കണേ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ന്യായമായിട്ടുള്ളൊരു ബൂട്ടുണ്ട്. അതിവിശാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ആയിരിക്കും. എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്കിവിടെ ഈ ജസ്റ്റ് ഒന്ന് ലിഡൊന്ന് അപ്പ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ നല്ല കണ്ടീഷൻ ടയേഴ്സ്, അതേപോലെ സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ജീപ്പ് കണ്ടു കഴിഞ്ഞു. ജീപ്പ് എന്നും നമുക്കൊരു ഫേവറേറ്റ് വാഹനമാണ്. കാരണം അതിൻ്റെ ആ ബോഡി ക്വാളിറ്റിയും പിന്നെ അമേരിക്കൻ എന്ന് പറഞ്ഞ ബ്രാൻഡും, അത് മാത്രമല്ല ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. സാധാരണ SUV ഓടിക്കാനൊക്കെ കൂടുതലൊരു സേഫ്റ്റി, ഒരു കമാൻഡിങ് ഒരു പൊസിഷനിൽ നിന്ന് ഓടിക്കാനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വരും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങൾ വീഡിയോസ് ഡെയിലി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13,90,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും ഷോറൂം നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, സംസാരിക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്തു തരണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ജീപ്പ് കോമ്പസിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.